ഹായ്, നമസ്കാരം. എസ് വി അരുളനാണ്. ഒരു ദൃശ്യം കണ്ടപ്പോൾ നിങ്ങളെ കൂടി കാട്ടിത്തരണമെന്ന് തോന്നി. കഴിഞ്ഞ ദിവസം മെസ്സിയുടെ അടുത്ത് നമ്മുടെ ആ, തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെ പെർഫോമൻസ്, സത്യം പറഞ്ഞാൽ എനിക്ക് മറ്റേ സിനിമയുണ്ടല്ലോ, യോധ സിനിമയിലെ അപ്പുക്കുട്ടനെയാണ് ഓർമ്മ വന്നത്. കേരളത്തിലെ അല്ല, ഇന്ത്യയിലെ ആയിക്കോട്ടെ, ഏതൊരു കോൺഗ്രസ്സുകാരനും എന്താണെന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള തുറന്നു കാട്ടലാണ്. അതായത് മെസ്സി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ബൂട്ടും കെട്ടി ഇറങ്ങി ഒരാൾ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും, അല്ലെങ്കിൽ എനിക്ക് ഈ പരിപാടി അറിഞ്ഞുകൂടാ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ചെയ്യാതിരിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിൽ എന്താണ്, ചില കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെന്ന് പറഞ്ഞാൽ ക്യാമറ കണ്ട പിന്നെ അവരെ പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അത് ആ ദൃശ്യം കണ്ട മെസ്സിയുടെ കിളി തന്നെ പറന്നു പോയിട്ടുണ്ട്. അതായത് ഒരാൾ കാണാനൊക്കെ അത്യാവശ്യം ബോഡി ഷേപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, ഒരു ഫുട്ബോൾ പ്ലെയറുടെ ലുക്കൊക്കെ ഉണ്ട്. വന്നതിന് ശേഷം മെസ്സിയിലൂടെ പന്ത് തട്ടാൻ ചെന്ന് ഇറങ്ങുമ്പോൾ ആ കോൺഫിഡൻസിനെ കുറിച്ചാണ്. അതായത് ഇന്ത്യയെക്കുറിച്ചുള്ള ഫുട്ബോൾ സങ്കല്പത്തെ മെസ്സിയുടെ മനസ്സിലുണ്ടായിരുന്ന കാഴ്ചപ്പാടിനെ മുഴുവൻ ഈ മഹാഭാവി തകർത്ത് കളഞ്ഞു എന്ന് ആ ദൃശ്യം കാണുമ്പോൾ പറയേണ്ടി വരികയാണ്. അപ്പോൾ നിങ്ങളിവിടെ കണ്ട് ഒന്ന് മാനസികമായി ഉല്ലസിക്കും. മറ്റേ നേരത്തെ പറഞ്ഞ പോലെ ജഗതിയുടെ അപ്പുക്കുട്ടൻ എന്ന ആ കഥാപാത്രത്തിന്റെ ഒരു ചെസ് കളിക്കിടെ ചോദിച്ചു, എൻ്റെ ഈ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു. അതായത് ബോള് മെസ്സി കറക്റ്റായിട്ട് നിൽക്കുന്നിടത്ത് പാസ് ചെയ്ത് കൊടുത്തെടുത്തുനിന്ന് അടിച്ച് വിളയെ കളഞ്ഞിരിക്കും. എന്തൊരു കെടുതികളാണ്. അല്ലെങ്കിൽ പറ്റാത്ത പണിക്ക് പോകേണ്ട കാര്യം വല്ലതും ഉണ്ടോ? മെസ്സിയിലൂടെ ബോൾ തട്ടിയെന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ മാനോ മര്യാദയ്ക്ക് 2 ദിവസം പോയി പ്രാക്ടീസ് ചെയ്തിട്ടെങ്കിലും പോകണം. ഇതൊന്നും ചെയ്യാതെ ഈ നാട്ടുകാരുടെ മുന്നിൽ ഇമാതിരി ഊളത്തരം കാണിക്കാനുള്ള തൊലിക്കട്ടിയാണ് കോൺഗ്രസ്സുകാർക്കുള്ളതെന്ന് മനസ്സിലാക്കുക. അതിനി തെലുങ്കാനയിലെ കോൺഗ്രസ് ആയാലും ശരി, അതിന് കേരളത്തിലെ കോൺഗ്രസ് ആയിരുന്നാലും ശരി, എല്ലാം ഒരേ ജനസാണ്. അതായത് കാര്യങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മൾ മാറി നിന്ന് കൊടുക്കണം. അതൊന്നുമില്ല, അറിഞ്ഞൂടെങ്കിൽ എൻ്റെ തൊലിക്കെട്ടി വെച്ചിട്ട് ഞാൻ എവിടെ ഇറങ്ങി എന്ത് ഊളത്തരവും കാണിക്കുമെന്ന് പറഞ്ഞ കണക്ക് മെസ്സിയുടെ ഇട്ട് ഗ്രൗണ്ടിൽ ഇട്ട് ചന്ന പിന്നെ പാസ് എന്ന് പറഞ്ഞാൽ ഇത്ര വിദഗ്ധമായിട്ടുള്ള പാസ്. ഇങ്ങനെ ഈ രാഷ്ട്രീയത്തിൽ പാസ് ചെയ്താണ് ഈ നാട്ടിൽ BJP വളർന്ന കാര്യം. ഇവരെ പാസുകളെല്ലാം ഇങ്ങനെയാണ്. കൃത്യമായിട്ട് സ്വന്തം പാർട്ടിക്കാരെ നോക്കിയിട്ട് BJPക്കാർക്ക് പാസ് ചെയ്ത് കൊടുത്ത് എങ്ങനെയാണ് BJP ഈ നാട് മുഴുവൻ വളരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഫുട്ബോൾ കളി കണ്ടാൽ മതി. കോൺഗ്രസ്സുകാരുടെ മിസ്പാസ്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് കളിക്കുക അറിഞ്ഞുകൂടാ എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതിനെയൊക്കെ എടുത്ത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്ന മാനസികാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കൂ. നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടിട്ട് എന്തായിട്ട് തോന്നും? ഈ രാജ്യത്തെക്കുറിച്ച് മെസ്സിയുടെ സങ്കല്പം തന്നെ തെറിപ്പിച്ച് കളഞ്ഞ കോൺഗ്രസ്സുകാരനുണ്ടല്ലോ, ആ രേവന്ത് റെഡ്ഡി, അതൊരു മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഇതിനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വലിയ ബിൽഡപ്പ് കൊടുത്ത് കോൺഗ്രസ് അവതരിപ്പിക്കുന്നതെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വല്ലാത്ത ജാതി തൊലിക്കട്ടിയല്ലേ.